ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമ കാണാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. റിലീസ് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് കേട്ടോ. വേറെ ഏതുമല്ല, ലാലേട്ടൻ്റെ ചോട്ടാ മുംബൈയാണ്. ഇറങ്ങിയ അന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല, അതാണ് സത്യം. അറിഞ്ഞിരുന്നെങ്കിൽ വരുമോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല, കാരണം ഞാൻ വരാൻ ശ്രമിച്ചേനെ. എന്തായാലും ഇന്നാണ് നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റിയൊരു അവസരം കിട്ടിയത് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് ഈ സിനിമ യൂട്യൂബിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ എപ്പോഴായിക്കോട്ടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഇതുപോലെ പഴയ സിനിമകൾ എടുത്ത് കാണുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഹലോ, ചോട്ടാ മുംബൈ, കിലുക്കം, പിന്നെ അതുപോലെ തന്നെ ജയറാമേട്ടൻ്റെ പഴയ സിനിമകൾ, കുടുംബചിത്രങ്ങൾ എല്ലാം കണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്നെപ്പോലുള്ള ആൾക്കാരുണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് സിനിമയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ആശ്വാസം. തിയേറ്ററിൽ ആൾ കുറവായിരുന്നു. ഇത് ഇറങ്ങി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതിനിടയിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പോവണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ അതിനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ക്ലാസ്സും വർക്കും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തിന് ഞങ്ങൾക്ക് ആൾക്കാർ വേണം, ഞങ്ങൾ തന്നെ മതിയായിരുന്നു എൻജോയ് ചെയ്യാൻ വേണ്ടി. സിനിമയുടെ റിവ്യൂ പിന്നെ ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നല്ലോ. വന്നവനും നിന്നവനും എല്ലാവരും ചിരിപ്പിച്ചും കരപ്പിച്ചും പോയൊരു സിനിമ കേട്ടോ. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.